വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട്? ഞാൻ ശ്രുതി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് എന്നെ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ എങ്ങനെ കലക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. ഇത് വലിയൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അതായത് പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ടാണ് കാണിക്കുന്നത്. പാർട്ട് 1ൽ എങ്ങനെ കലക്കാമെന്നും പാർട്ട് 2ൽ എങ്ങനെ ഹെയറിൽ അപ്ലൈ ചെയ്യാനാണ് കാണിച്ചിട്ടുള്ളത്. കാര്യം നിങ്ങൾക്ക് ബോറടിക്കും, അതുകൊണ്ടാണ്. അപ്പൊ ഇന്ന് നമ്മൾ പാർട്ട് 1 ആണ് കാണാൻ പോണത്. കണ്ടിട്ട് വരെ. ഓക്കെ, അപ്പൊ നമുക്ക് ഹെന്ന കലക്കാനുള്ള വെള്ളം ആദ്യം തന്നെ റെഡിയാക്കണം. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ഗ്ലാസ് വെള്ളം ആണ് തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ എടുക്കുന്ന ഹെന്നയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വെള്ളം വെക്കണം കേട്ടോ. അപ്പൊ ലോങ് ഹെയർ ആണെങ്കിൽ കുറച്ചധികം ഹെന്ന വേണ്ടി വരുമല്ലോ, ഷോർട്ട് ഹെയർ ആണെങ്കിൽ അത്രയും വേണ്ട. അപ്പൊ അതനുസരിച്ച് നമ്മൾ വെള്ളം വെക്കണം. കാരണം ഈ വെള്ളമാണ് നമ്മൾ കുഴയ്ക്കാനായിട്ട്, ഈ ഹെന്നേനെ നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണത്. അപ്പോൾ ഈ വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ കാപ്പിപ്പൊടിയും അതുപോലെ തന്നെ ചായപ്പൊടി ഇട്ട് കൊടുക്കണം. വെള്ളം തിളയ്ക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നമുക്ക് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ ആ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങട്ടെ കേട്ടോ. തിളച്ച് അതിൻ്റെ ആ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തണുക്കാൻ വെക്കാൻ പോവാണ്. കാരണം ഇത് തണുത്തതിന് ശേഷമാണ് ഹെന്നയ്ക്ക് മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മൾ അരിപ്പയിൽ അരിച്ചൊന്നും കളയരുത്. അതിൻ്റെ ആ പൊറ്റയില്ലേ, ആ സാധനവും വേണം കേട്ടോ, അത് അരിച്ച് കളയരുത്. അപ്പോൾ മെയിനായിട്ട് ഈ കാപ്പിപ്പൊടിയുടെയും ചായപ്പൊടിയുടെയും ഒക്കെ വേസ്റ്റ് നമ്മൾ കളയരുത്. അതോട് കൂടിയിട്ടാണ് നമ്മൾ ഹെന്ന കലക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് തണുപ്പിക്കാനായിട്ട് വെക്കാം. ആ നേരം കൊണ്ട് കുറച്ച് കാര്യം കൊണ്ട് നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ ചൂടാറാൻ വെച്ചില്ലേ, ആ നേരം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് മിക്സിയിലിട്ട് അരയ്ക്കാം. ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ള ഹെന്നയിൽ ഏകദേശം കുറേ സംഭവങ്ങൾ, ഹെർബ്സ് ഉണ്ട്. എന്താ ചിക്കക്കായും അതുപോലെ തന്നെ ബ്രഹ്മി, പിന്നെ ഉലുവ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഭൃംഗരാജ്, അലോവേറ, പിന്നെ നെല്ലിക്ക എല്ലാം ഉണ്ട് ഇതില്. ഇപ്പൊ ഇതൊന്നും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നമുക്കതൊക്കെ ചേർത്തൊന്നും എക്സ്ട്രാ ചേർത്തെന്ന് വെച്ചാൽ കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു 3 നെല്ലിക്ക ചേർക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന അനുസരിച്ച്, നാട്ടിലൊക്കെ കിട്ടുന്ന അനുസരിച്ച് ഇപ്പൊ കയ്യുണ്യം, അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇല, പിന്നെ അതുപോലെ തന്നെ ആര്യവേപ്പില, അലോവേറ, ഇതൊക്കെ ഇതിൽ ചേർത്താൽ നല്ലതാണ് കേട്ടോ. ഇതൊന്നും എനിക്കിവിടെ കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പൊ തൽക്കാലം ഒരു 3 നെല്ലിക്ക ചേർക്കുന്നുണ്ട്. കിട്ടുന്ന സാധനങ്ങളൊക്കെ, എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. അതുപോലെ 3 നെല്ലിക്ക മതിയിട്ട്, അതിൽ മേലൊന്നും വേണ്ട. പിന്നെ കുറച്ച് കടലമാവ് ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ കടലമാവ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉലുവ ചേർക്കുന്നുണ്ട്. മുടിക്ക് നല്ലതാണ് ഉലുവയൊക്കെ. കുറച്ച് ഉലുവ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ അലോവേറയും കയ്യുണ്ണിയൊക്കെ കിട്ടില്ലേ. അപ്പൊ ഇതിൻ്റെ ഒപ്പം കയ്യുണ്ണിയം, അലോവേറ, ആര്യവേപ്പില, അതുപോലെ തന്നെ ഈ ശിക്കക്കായ് എന്ന് പറഞ്ഞ സംഭവം, പിന്നെ ബ്രഹ്മി, ചെമ്പരത്തിയുടെ ഇല, ഇതൊക്കെ ചേർക്കാം. എല്ലാം ചേർക്കണത് മുടിക്ക് നല്ലതാണ്. ഇതൊന്നും ഇപ്പൊ ചേർത്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല. നമ്മൾ നേരത്തെ കാണിച്ച ആ ചായപ്പൊടിയും കാപ്പിപ്പൊടിയുടെ മിക്സ് ഇല്ലേ, അതിൽ എന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ചാലും കുഴപ്പമില്ല. ഇതൊക്കെ ചേർത്താൽ കുറച്ച് ആഡഡ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ആണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനത്തെ പാത്രമല്ല, ശരിക്കും നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിന്റെ ചട്ടി ഉണ്ടെങ്കിൽ, അയണിന്റെ എന്തെങ്കിലും ഒരു പാത്രം ഉണ്ടെങ്കിൽ അതിൽ കലക്കണതാണ് ഏറ്റവും ബെസ്റ്റ് ഹെന്ന കലക്കാനായിട്ട്. ഇപ്പൊ എൻ്റെ കയ്യിൽ അയണിന്റെ ഇരുമ്പിന്റെ ചട്ടി ഒന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു പാത്രത്തിൽ, ഒരു പൊട്ട പാത്രത്തിലാണ് കലക്കണത് കേട്ടോ. അപ്പൊ ഹെന്ന ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാണ് ആ മിക്സ് ഇല്ലേ, ആദ്യം അത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ച കാപ്പിപ്പൊടിയുടെയും ചായപ്പൊടിയുടെയും ആ മിക്സ് ഇതിലേക്ക് എല്ലാം ഒഴിക്കരുത്, കുറച്ച് കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്യണം കേട്ടോ. കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം.
ഇനി നമ്മുടെ വേസ്റ്റ് പോലത്തെ ഇല്ല, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മതി, ഇതിന്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ മതി. കാരണം ഇനി നാളെ നമ്മൾ ഇതിലേക്ക് ഒരു മുട്ടയും കൂടി ചേർക്കും. അപ്പോൾ മുട്ട ചേർക്കുമ്പോൾ ആ മുട്ടയുടെ അതും കൂടി വരുമ്പോൾ കുറച്ചുകൂടെ ലൂസാവും. കുറച്ചുകൂടെ ഇതിന്റെ ഇതില്ലേ ഒറ്റ അതും കൂടി ഇട്ട് കൊടുക്കാം. കലക്കണ ഈ സമയത്ത് തന്നെ ഒരു നാരങ്ങയുടെ ഒരു പകുതി എടുത്തിട്ട് അത് പിഴിഞ്ഞ് ഇതിൽ ചേർക്കുന്നത് നല്ലതാണ്. കാരണം താരനൊക്കെ, ഒരുപാട് താരനൊക്കെ ഉള്ളവർക്ക് നാരങ്ങ നീര് നല്ലതാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ചേർക്കണില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹെന്ന തണുപ്പുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ തണുപ്പുള്ള സാധനം നമ്മൾ തലയിലിടുമ്പോൾ പെട്ടെന്ന് തന്നെ ജലദോഷം, അതുപോലെ തന്നെ നീരിറങ്ങണ അസുഖമൊക്കെ ഉള്ളവരില്ലേ, അവർക്ക് ഒരു യൂക്കാലിപ്സ് പൊട്ടിച്ച് ഇതിലേക്ക് ഇപ്പം തന്നെ ഇടുന്നത് നല്ലതാണ്. ഈ ടിപ്പൊക്കെ അമ്മ, അതായത് എൻ്റെ അമ്മായിമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. ആള് ഒരു ബ്യൂട്ടി ഡോക്ടറാണ്. വർഷങ്ങളോളം ബ്യൂട്ടീഷ്യനായിട്ട് സർവീസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആളാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും, ഇതിൽ ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഈ എപ്പിസോഡ് ഞാൻ സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു അമ്മ ചെയ്യണം. എല്ലാ ക്രെഡിറ്റും അമ്മയ്ക്ക് പോകണം. എല്ലാം കഴിഞ്ഞു, നമ്മൾ എന്നെ എല്ലാം കലക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിൽ കലക്കുന്നതാണ് ഏറ്റവും നല്ലത് എണ്ണ. ഇരുമ്പിൻ്റെ ചട്ടി ഇപ്പം എൻ്റെ ഇല്ല, ഇല്ലാത്തവർ വിഷമിക്കണ്ട. ഇതുപോലത്തെ ഒരു ഇരുമ്പിൻ്റെ കത്തി ഇല്ലേ, ഇരുമ്പിൻ്റെ കത്തിയോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ എന്തെങ്കിലും ചെറിയൊരു പീസോ അങ്ങനെ എന്തെങ്കിലും ഇരുമ്പിൻ്റെ കിട്ടുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. അപ്പം ഇതിന്മേന്ന് കുറച്ച് ഇരുമ്പിൻ്റെ ഇത് ഇറങ്ങിക്കോളും അതിലേക്ക്. ഞാനിത് നന്നായിട്ട് ഈ കത്തീനെ പൊതിഞ്ഞ് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതിങ്ങനെ അവിടെ ഇരിക്കട്ടെ. ഇന്നൊരു ദിവസം ഫുള്ളായിട്ട് ഇരിക്കട്ടെ. ഇന്നിപ്പോൾ രാത്രിയാണ് കലക്കി വെച്ചത്. അപ്പം നിങ്ങൾ എണ്ണ എന്നാണോ നിങ്ങൾക്ക് എണ്ണ ഇടണ്ടേ അതിൻ്റെ തലേദിവസം നിങ്ങൾ കലക്കി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം എല്ലാം നന്നായിട്ട് പിടിച്ചോളും. അപ്പോൾ എപ്പോഴും തലേദിവസം തന്നെ എണ്ണ കലക്കി വയ്ക്കണം, എന്നിട്ടാണ് പിറ്റേ ദിവസം വന്നിട്ട് ഇടുക. ഓക്കെ, അപ്പോൾ പിറ്റേ ദിവസമായി എണ്ണ കലക്കി വെച്ചതിൻ്റെ പിറ്റേ ദിവസം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന്. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ല ഈ കത്തിയിലത്തെ ഇരുമ്പൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ചേർന്നിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും. അപ്പോൾ കണ്ടു, ഇന്നലത്തേനേക്കാളും നല്ല കുറച്ചുകൂടെ ഡാർക്ക് കളറായില്ലേ. ഇത് എത്ര കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ. ഇതിപ്പോൾ നല്ല ഡാർക്ക് കളറായിട്ടുണ്ട് കുറച്ചുകൂടെ. ഇതെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കാനുള്ളൂ, ഒരു കോഴിമുട്ടയും കൂടി നമുക്ക് ചേർക്കാം. ഇതിപ്പോൾ ഫുള്ള് എടുക്കണത് കൊണ്ടാണ് ഞാൻ കോഴിമുട്ട ഇതിലേക്ക് തന്നെ ഇടുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ കുറച്ച് കൂടുതലാണ് എണ്ണ കലക്കി വെക്കണമെങ്കിൽ അതിലെല്ലാം നിങ്ങൾ അന്നത്തെ ദിവസം യൂസ് ചെയ്യണില്ലെങ്കിൽ കുറച്ചെടുത്ത് മാറ്റിയിട്ട് അതിലേക്ക് കോഴിമുട്ട ചേർക്കുക. എന്നിട്ട് ബാക്കിയെല്ലാം ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക. കാരണം മുട്ട ചേർത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ അതിന് ഭയങ്കര ബാഡ് സ്മെല്ലും പിന്നെ അത് പെട്ടെന്ന് ചീത്തയാവാനുള്ള ഒക്കെ ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടേ അത് മാത്രം എടുത്തിട്ട് അതിലേക്ക് മുട്ട ചേർക്കുക. ഇപ്പം ഞാനിതെല്ലാം എടുക്കണറുണ്ട്, ഇതിലേക്ക് ഞാൻ മുട്ട ചേർക്കുന്നു കേട്ടോ. ഫുള്ളായിട്ട് മുട്ട ചേർക്കാൻ പോണേ. ഇനി ഒന്നുകൂടെ നന്നായിട്ട് ഇതിനെ ഈ മുട്ടയും കൂടി മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ അധികം വെള്ളം ചേർക്കേണ്ട, കാരണം മുട്ടയും കൂടി വരുമ്പോൾ കുറച്ചുകൂടെ വെള്ളം ആയിക്കോളുന്നു, കുറച്ചുകൂടെ ലൂസ് കൺസിസ്റ്റൻസി ആകുന്നു. കണ്ടോ, ഇപ്പം ഇത് കറക്റ്റായി. ഇന്നലെ തന്നെ ഒരുപാട് വെള്ളം മിക്സ് ചെയ്താൽ ഈ മുട്ടയും കൂടി ചേർക്കുമ്പോൾ ഒരുപാട് വെള്ളം പോലെയാവും. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. തലേന്നൊന്നും ഒലിക്കൊന്നുമില്ല. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തലയിലിടുന്നത് കൂടി കാണാം.